എന്താ മോളെ ഈ പൊട്ടക്കണ്ണി അമ്മൂമ്മ നീ മറന്നോ? എങ്ങനെയാ മറക്കുന്നേ? അവിടെ വന്ന് ഞാനല്ലേ അമ്മൂമ്മയുടെ സെക്രട്ടറി. മക്കൾ എന്നാ ഇങ്ങോട്ട് വരുന്നേ? നമ്മൾ എന്നാ അങ്ങോട്ട് ചെല്ലുന്നേന്ന്? അമ്മ അത് ഞാൻ ജോയിൻ ചെയ്യല്ലേ ഉള്ളൂ, വന്നോളാം. അതല്ല അച്ചു, 12-ാം തീയതി എന്റെ പിറന്നാളാടാ. പ്രഭാകരനും പിള്ളേരും ഒക്കെ വരുന്നെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് വാ. ഇങ്ങനെയൊക്കെ അല്ലേ എല്ലാരെയും ഒത്തു കാണാൻ പറ്റൂ. ആ ഞാൻ നോക്കട്ടെ. പിന്നെ നീ വരുമ്പം എനിക്ക് കണ്ണിലൊഴിക്കാനുള്ള എണ്ണ കൂടെ കൊണ്ടുവരണം. 2 ആഴ്ചയായി തീർന്നിട്ട്. ശരി. രുക്മിണി, അച്ചുവേട്ടന് ആവശ്യമില്ലാതെ സംസാരിക്കാറില്ല. അമ്മയെ കാണാൻ വരുന്ന മകനായിട്ടല്ല പ്രഭാകരൻ നായർ വരുന്നത്. റബ്ബർ ടാപ്പിങ്ങിന് എസ്റ്റേറ്റിൽ പോകുന്ന വഴിക്ക് വിശ്രമിക്കാൻ കണ്ടെത്തുന്ന റെസ്റ്റ് ഹൗസ് ആണ് പടിപ്പര വീട്. ഭാര്യയ്ക്കും പിള്ളേർക്കും ചുറ്റുകിടന്ന് കാണാൻ പറ്റിയ കാഴ്ച ബംഗ്ലാവ്. കണ്ണു കാണാൻ വയ്യാത്ത ഒരു അമ്മുമ്മ എന്ന് പറയുന്നത് പിള്ളേർക്ക് കണ്ടുരസിക്കാൻ പറ്റിയ ഒരു ജീവിയല്ലേ? അച്ചുവേട്ടൻ ബഹളം വെച്ചിട്ട് എന്താ കാര്യം? ഞാൻ ബഹളം വെക്കും. എടി, അമ്മയ്ക്ക് കണ്ണിലെഴുതാനുള്ള മരുന്ന് തീർന്നിട്ട് 2 ആഴ്ചയായിന്ന്. അത് വാങ്ങിച്ചു കൊടുക്കാൻ ചേച്ചി കഴിവില്ലേ? വേണ്ട, ചേച്ചിക്ക് കൊന്ന പോലെ വളർന്നൊരു മോനുണ്ടല്ലോ, അവന് വാങ്ങിച്ചു കൊടുത്തൂടെ? നമ്മൾ അതൊന്നും നോക്കണ്ട. നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ചെയ്യുക. ഞാനല്ല, പിന്നെ ആരാ ചെയ്യുന്നത്? ഇടി, കണ്ണ് കാണാൻ വയ്യാത്ത അമ്മയ്ക്ക് വേണ്ടി ഫോൺ വെച്ചു കൊടുത്തതാരാ? പുതിയ മുറി പണിഞ്ഞു കൊടുത്തതാരാ? ചേച്ചിയുടെ കല്യാണ സമയത്ത് ശ്രീധരൻ തയ്ക്കാൻ വേണ്ടി 1 ഏക്കർ വീതം എഴുതി കൊടുത്തതാരാ? ഞാൻ തന്നെ. ഇതൊന്നും അറിഞ്ഞില്ല എന്ന് അടിച്ചുള്ള ചിലരുടെ നടപ്പ് കാണുമ്പോഴാ ഇവരെയൊക്കെ ഏതു നേരത്തും. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഞാൻ ഇന്നലെ എല്ലാം പറഞ്ഞതാ. സാറിന് അസൗകര്യം ഉണ്ടാകണമെന്ന് കരുതിയ നേരം പരവരാ വിളിക്കുന്നതിന് മുമ്പ് തന്നെ പോയി വിളി സോപ്പെടുത്തു. ഞാനും എന്റെ ഭാര്യയും എന്റെ പെമ്പിള്ളേരോട് താമസിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞതാ. ഒരു ഗുണമുള്ളത് സാർ, എത്ര കോരിയാലും ഈ കിണറ്റിലെ വെള്ളം വറ്റുകയില്ല.